ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇനി ഈ വിഷയങ്ങൾ പഠിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെ സർക്കാരിൻ്റെ ചെലവിൽ ഓസിന് ഈ വിഷയങ്ങൾ പഠിച്ച് തിന്നും കുടിച്ചും അവിടെ നടക്കാം എന്നിനി യാതൊരുവിധ കമ്മികളും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറലുകൾ, അൾട്രാ നക്സലുകൾ ഒന്നും തന്നെ വിചാരിക്കേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റികളിലെല്ലാം വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഗളന്മാരുടെ ചരിത്രത്തിന് പകരം നമ്മുടെ ഭാരതീയ ചരിത്രം പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ ഭരണം കൂടെ മാറിയതോടുകൂടി, അതായത് ഡൽഹി സർക്കാർ ഇപ്പോൾ രേഖ ഗുപ്ത അവിടെ BJPയുടെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വമ്പൻ തീരുമാനം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് പൊളിറ്റിക്കൽ സയൻസ് കണ്ടന്റ് നീക്കം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന് വിദ്യാഭ്യാസം അലർജിയാണ്, അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസിലെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കി എന്ന് മാത്രമേ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ എന്തൊക്കെയാണ് ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റിയ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ എന്ന് നമുക്ക് നോക്കണ്ടേ. ആ കോഴ്സ് പാകിസ്ഥാനെ കുറിച്ച് ഇനി നിങ്ങൾ പഠിക്കേണ്ട എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പൊളിറ്റിക്കൽ സയൻസ് കണ്ടന്റ് ഓൺ പാകിസ്ഥാൻ, ചൈനയെ കുറിച്ച് ഇനി പഠിക്കേണ്ട, ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ പൊളിറ്റിക്കൽ വയലൻസിനെ കുറിച്ചും ഇനി പഠിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന വലിയൊരു തീരുമാനം എന്ന് പറയുന്നത്. അക്കാഡമിക് കൗൺസിൽ പുതിയൊരു പേപ്പർ ഇപ്പോൾ അവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിഖ് കൂട്ടക്കൊലയെ കുറിച്ചുള്ള ഒരു പേപ്പറാണ്. സെൻട്രൽ ഇൻഡിപെൻഡൻസ്, പാർട്ടീഷൻ സ്റ്റഡീസ് എന്നിങ്ങനെയുള്ള മറ്റ് വിഷയങ്ങൾ ഇപ്പോൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സിഖ് കൂട്ടക്കൊലയെ കുറിച്ചൊക്കെ പഠിക്കണം, മറിച്ച് പാകിസ്ഥാനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇസ്ലാം പൊളിറ്റിക്കൽ സയൻസിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുന്നു ചൈനയെക്കുറിച്ചും അവരുടെ വീരഗാഥകളെക്കുറിച്ചും ഒന്നും പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.